നമസ്കാരം. ഞാൻ വീണ്ടും യദുവിനെ തേടി എത്തിയിരിക്കുകയാണ്. ഈ സംഭവം ആരംഭിച്ച ശേഷം നിരവധി ദിവസങ്ങളിൽ ഞാൻ യദുവിന്റെ വസതിയിലെത്തി അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ മീഡിയ അറ്റൻഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ യദുവിനെ കൈകാര്യം ചെയ്യാനുള്ള പരിപാടി ഒരു സൈഡിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യദുവിനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു നിലപാടിലാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് എത്തിയത്. യദു, നമസ്കാരം. 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 എന്തായി കാര്യങ്ങൾ? പിന്നെ എന്താവാൻ, ഇപ്പൊ പുതിയ ഡമ്മി നോക്കി അങ്ങനെ അവര് അടുത്ത കെണിയിലോട്ട് വരെയാണ്. ഡമ്മി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബസ് എടുത്തുകൊണ്ടൊന്ന് ഓടിച്ചു. ഓടിച്ചു. അതിന്റെ ഫ്രണ്ടിൽ അതുപോലെയുള്ള ഒരു ഓൾട്ടോ കാർ ഓടിച്ചു നോക്കി എന്ന് പറയുന്നു. നമുക്കറിയത്തില്ല, മീഡിയാസ് പോലും പബ്ലിഷ് ചെയ്തിട്ടില്ല. പറയുന്നതാണ്. ഇപ്പൊ പറയുന്നത് എനിക്കും വേണമെങ്കിൽ പറയാമല്ലോ, അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറയാം. ന്യായീകരണങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. പട്ടം, പ്ലാമൂട്, PMG വരെ ഈ ഒരു റണ്ണിങ് പോലീസ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഇത് പോകുമ്പോൾ പുറകുവശത്തിരുന്ന വനിതാ ഉദ്യോഗസ്ഥ തിരിഞ്ഞു നോക്കുകയും പുറകിലിരുന്ന ഡ്രൈവർ കാണിക്കുന്ന ആംഗ്യങ്ങൾക്ക് അവർ കാണാൻ പറ്റിയെന്നുമാണ്. ഇപ്പൊ ഞാൻ ശ്യാമിന്റെ അടുത്ത് ഒരു കാറിന്റെ ബാക്കിൽ ഇരുന്നിട്ട് കാറ് ശ്യാമെ സൂക്ഷിച്ചു നോക്കിക്കോ, ഞാൻ ആംഗ്യം കാണിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ശ്യാമ ആംഗ്യം കാണിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. അത് പറയും, അത് സ്വാഭാവികമല്ലേ. ഇപ്പൊ പറഞ്ഞുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ച് അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കണോണ്ട് ഇത് യാദൃച്ഛികമായിട്ടല്ലേ ഞാൻ ആംഗ്യം കാണിക്കുമെന്ന് അവരടുത്ത് നേരത്തെ പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ ആംഗ്യം കാണിച്ച ഒരു സമ്പ്രദായമേ ഇല്ലല്ലോ. ആ ഗ്ലാസ് ബോഡി വണ്ടിയാണ്, ശ്യാമിനെ അറിയാലോ, ഡ്രൈവർ ആയതുകൊണ്ട് ശ്യാമിനെ അറിയാം. ഗ്ലാസ് ബോഡി വണ്ടിയിൽ ഗ്ലാസ് പോലും നീങ്ങൂല. കൈ പുറത്തിട്ട് ആംഗ്യം കാണിച്ചാല് എങ്ങനെയാണ് കൈ അതിന്റെ അകത്തോട്ട്, ആ ബസിന്റെ സൈഡ് കണ്ട കൈ പോലും വെളിയിലോട്ട് പോവില്ല. ഒന്നാമത്തെ ബസ്. അത് കഴിഞ്ഞ് ഇത്രയും പ്രകാശം 4 ലൈറ്റ് ബ്രൈറ്റിലാണ് കത്തിക്കിടക്കുന്നത്. അപ്പൊ ഒരിക്കലും കാണാൻ പറ്റൂലെന്നാണ് എന്റെ ഒരു ഇത്. അതുമല്ലാതെ ആംഗ്യം കാണിച്ചെന്ന് പറയണെന്ന് വെച്ചാൽ അവര് ആംഗ്യം കാണിച്ചെന്ന് വരുത്തി തീർക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമല്ലാതെ രണ്ടാമത്തെ കേസ്, അത് കഴിഞ്ഞ് MLA വണ്ടി കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അവരെ വായിന്ന് തന്നെ തിരിച്ചു വിടുന്നല്ലോ, MLA കയറിയിട്ടുണ്ടെന്ന്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെ വാർത്താ സമ്മേളനം നടത്തി. അതല്ലാതെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, എടുത്തിട്ട് ഒരു യാത്രക്കാരൻ മൊഴി കൊടുത്തു എന്നല്ലേ പറയുന്നത്. MLA കയറി വണ്ടി സ്റ്റേഷനിലോട്ട് വിടാനാണ് എന്തോണം പറഞ്ഞത്. എന്റെ അടുത്ത് MLA കയറിയിട്ട് പറഞ്ഞു വണ്ടി ഒതുക്കാനാണ് പറഞ്ഞത്. വണ്ടി ഒതുക്കാനാണ്. പോലീസ് വന്നിട്ട് വണ്ടി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അല്ലാതെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സ്റ്റാൻഡിലോട്ട് കൊണ്ടുപോകാനോ അല്ല പറഞ്ഞു. വണ്ടി ഒതുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ജീപ്പ് പോലീസ് വന്നിട്ട് വണ്ടി ഒതുക്കാം. അല്ല ഇപ്പൊ ഒരു ഇൻസിഡന്റ് നടന്ന അവിടെ നിന്ന് വണ്ടി ഒതുക്കി കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ തന്നെ നമ്മൾ വണ്ടി ഒതുക്കേണ്ട കാര്യമില്ലല്ലോ. വണ്ടി ഒതുക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ അങ്ങനെ വണ്ടി ഒതുക്കേണ്ട കാര്യമല്ല. ശ്യാമായാലും ഇപ്പോൾ ആക്സിഡന്റ് പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് പോയിട്ട് തട്ട് പറ്റി കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റിയിടൂ? ഇല്ല, നമുക്ക് സ്പോട്ടിൽ ഇടാൻ പറ്റുള്ളൂ. പോലീസ് വന്നല്ലാതെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതാണ് സംഭവം. അത് കഴിഞ്ഞ് ഇവര് ഇനിയിപ്പോ കേസുണ്ടാക്കി എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ച് സമ്മതിപ്പിച്ചിട്ട് ഈ പയ്യൻ സ്റ്റേഷനിൽ വെച്ച് മരിച്ചു. അതാണ് സിറ്റുവേഷൻസ് ഉണ്ടാക്കാനാണ് ശ്രമം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ചെറിയൊരു ബുദ്ധിയിൽ തോന്നിയതാണ്. എന്താ വെച്ചാൽ കൊല്ലും, എടുക്കും, പിടിക്കും എന്നൊക്കെ അല്ലേ പറയുന്നത്. അവർക്ക് ഈ പകയുണ്ട്. പക അവരിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോ പതിയെ പതിയെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. ഓപ്പറേഷൻ ആരംഭിക്കും. ഓപ്പറേഷൻ ആരംഭിക്കട്ടെ. ഞാൻ എന്റേതായിട്ടുള്ള കോടതി വഴിയുള്ള ഓപ്പറേഷനും ആരംഭിക്കും. അത്രയും കോടതിയില് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ കോടതി തള്ളീനെ കേട്ടപ്പോ ഒരു വിഷമം. എന്നൊക്കെ ന്യായമായിട്ടുള്ള കൂട്ടത്തിൽ നിൽക്കേണ്ടതാണ് കോടതി. പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ മേയറോ MLA അല്ലല്ലോ. അതുകൊണ്ടാണ് പാവപ്പെട്ടവർ. ഞാൻ യദുവിനോട് ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എതിരെ ഏറ്റുമുട്ടാൻ നിൽക്കുന്നത് വലിയൊരു സംവിധാനത്തോടാണ്. ഞാൻ ആദ്യം മുതലേ ഇത് സംബന്ധിച്ച് ഞാനിപ്പോ സംവിധാനത്തിനെതിരായിട്ടല്ല ഏറ്റുമുട്ടുന്നത്, നിയമത്തിനോ എതിരായിട്ടല്ല. ഒരു ആൾക്കാർ കാണിച്ച ഒരു പച്ചയായിട്ടുള്ള ഈ പാവപ്പെട്ടവന്റെ മേലുള്ള കുതിര കയറുന്നത് അതൊന്നും ശരിയല്ല. ഇന്ന് ഞാനാണെങ്കിൽ നാളെ ശ്യാമിനാവാം. ഈ കാണുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും വരാം. എല്ലാവരും പ്രതികരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കണം. എത്ര ദിവസമായി ജോലിയില്ലാതെ നിൽക്കുന്നു? ഇന്ന് ആയപ്പോഴത്തേക്ക് 1 മാസവും 2 ദിവസവും ആവുകയും. 2 ദിവസം ആവും. 1 മാസം തികഞ്ഞു. 27-ാം തീയതി ആയപ്പോ 1 മാസം. പേരുദോഷമായി, ദോഷം പോട്ടെ. കൊടുത്ത കേസിന് ഇതുവരെക്കുമായിട്ട് അവരാ വണ്ടി റിക്കവർ ചെയ്യുന്നില്ല. 3 പ്രശ്നക്കാരുണ്ടല്ലോ, 5 പേരല്ലേ ഉണ്ടായിരുന്നു. 3 പ്രശ്നക്കാരിൽ ഒരുത്ത ഇപ്പോഴും
ഇത് എന്തൊരു മറനീക്കി പുറത്ത് വന്നിട്ടില്ല. അൺനോൺ ആളായിട്ട് ഇങ്ങനെ നിൽക്കുക. അത് എന്തുകൊണ്ട് അവര് ചെയ്യുന്നില്ലെന്നാണ് നോക്കണത്. മേയറും MLA-യും ശരി, ഓക്കെ ആയിക്കോട്ടെ, അവരൊരു നിയമത്തിന്റെ ഇതിൽ നിൽക്കുന്നുണ്ട്, ഈ സർക്കാരിന്റെ പരിധിയിൽ നിൽക്കുന്നുണ്ട്, ഓക്കെ ആയിക്കോട്ടെ. മറ്റുള്ളവരെയും വണ്ടി റിക്കവർ ചെയ്യുന്നില്ല. അതാണ് ഞാൻ വണ്ടി പിടിച്ചെടുക്കുന്നില്ല. എഫ്ഐആർ ഇട്ട് വണ്ടി പിടിച്ചെടുക്കും. ഇപ്പൊ എന്റെ വണ്ടിയാണെങ്കിൽ എപ്പോഴും പിടിച്ചെടുത്തന്നെ. ഈ ബസിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കൊണ്ടു കിടന്ന് ഇത്രയും പ്രശ്നമായിരിക്കും. ഇനിയിപ്പോ എന്തൊക്കെയാ ചെയ്യാൻ പോവാണ്? ഇനി കോടതിയിൽ തന്നെ മൂവ്മെന്റ്, വക്കീല് പറയുന്ന പോലെ മുന്നോട്ട് പോവുക, അതൊക്കെയാണ്. അല്ലാതെ ഇനി ഞാൻ മൂവ്മെന്റ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ മൂവ്മെന്റ് ചെയ്യണ മുമ്പായിട്ട് എനിക്കുള്ള തിരിച്ചുള്ള ഇതാണ് അവര് ചെയ്യുന്നത്. എനിക്കെതിരായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുക, അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുക. പോലീസ് ഈ ഇതിന്റെ ഒരു അംശം പോലും വേണ്ട എന്റെ കേസിൽ ഇടപെടാനായിട്ട്. എല്ലാം തെളിവുകളും ഉണ്ട്. സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കുന്ന പോലും ഇല്ലല്ലോ. തെളിവില്ലേ? സ്റ്റേഷനിൽ വിളിപ്പിച്ച് കഴിഞ്ഞാൽ കുറ്റകൃത്യം ചെയ്തവനല്ലേ വിളിപ്പിക്കേണ്ട കാര്യമുള്ളൂ. കുറ്റം ചെയ്യാത്ത ഒരുത്തനെ വിളിപ്പിച്ചിട്ട് എന്താ എടുക്കുക? അല്ല, ഞാൻ പറയുന്നത് ഈ മേയറും അതുപോലെ MLA എന്നിവരൊക്കെ ഈ കേസിലെ പ്രതികളായിട്ട് അവരെ സ്റ്റേഷനിലോട്ടൊന്നും വിളിപ്പിക്കുന്ന പോലും ഇല്ല പോലീസ്. അത് പോലീസിന്റെ ഇതിലല്ലേ അവിടെ വന്ന് മൊഴി കൊടുത്തത്. അപ്പോഴും പോലും ഒരു നിയമ നടപടി ഉണ്ടാവുന്നില്ലല്ലോ. അതേ കാറിലായിരിക്കുമല്ലോ വന്നത്. പക്ഷെ ആ കാറ് പോലും പിടിച്ചെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആ കാറ് ഇനിയിപ്പോ ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നാണ് അന്ന് തോന്നുന്നത്. അതാണ് അവസ്ഥ. ഞാൻ കണ്ടുപിടിച്ച്, എനിക്ക് സത്യാവസ്ഥ അറിയണമെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച് ഇന്ന ആൾക്കാരൊക്കെ ഞാൻ പിടിച്ചു കൊടുക്കണമെന്നുള്ള രീതിയിലാണ്. എന്നെ പിടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പാഞ്ഞു കിടക്കുകയില്ല. പല കാര്യങ്ങളും കണ്ടുപിടിക്കുകയും ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുകയും അതാണ് സംഭവം. അങ്ങനെ റീക്രിയേറ്റീവ് ചെയ്തെന്ന് പറഞ്ഞ അതേപോലെ വണ്ടിയിൽ ഞാൻ ഓട്ടിക്കുക, അല്ലെങ്കിൽ ഷാമോ കുറച്ച് മീഡിയാസും ബാക്കിലിരുന്ന് നോക്കി. എതു പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്. നേരത്തെ ഒരാളോട് പറഞ്ഞിരിക്കുന്നു ദേ ഫ്രണ്ടിൽ പോകുന്ന ബാക്കിൽ വരുന്ന ബസ്സിനെ ഇരിക്കുന്ന ആൾ കൈ കാണിക്കും, നിങ്ങൾ അത് നോക്കി കാണാൻ പറ്റുമോ എന്ന് നോക്കാം. അതിന്റെ അനുസരിച്ചാണല്ലോ അയാൾ തിരിഞ്ഞു നോക്കുന്നത്, അല്ലാതെ നോക്കുന്നില്ലല്ലോ. അതന്നെ ഇത് ഞാൻ അവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരാൾ നിൽക്കുമെന്ന് എനിക്കറിയാം. ആ ആൾ അത് കാണിക്കുമെന്നുള്ള പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ നോക്കുമ്പോ സത്യമായിട്ട് കാണും. പൊതുവെ അങ്ങനെ കാണുമല്ലോ. നമ്മൾ യാദൃച്ഛികമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാനോ എടുക്കാനോ അങ്ങനത്തെ കാണിക്കാൻ. നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോ ഷാമിന് തന്നെ അറിയാലോ. അത് തോന്നിയ മാസമല്ലേ. സാധാ ഷട്ടർ ബോഡിയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് ഗ്ലാസ് ബോഡിയും വണ്ടിയാണെങ്കിൽ 80-ന് മേളിൽ കയറാത്ത വണ്ടിക്ക് വേഗപ്പൂട്ട് പരിശോധന, ഇതൊക്കെ തെറ്റ് എന്റെ മേലിൽ ചാരി വെക്കാൻ നോക്കിയാണ്. അവരെ വേഗപ്പൂട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണോ, ഡ്രൈവറുടെ തെറ്റാണോ? അല്ലല്ലോ, KSRTC ഇതിപ്പോ KSRTCക്ക് എതിരായിട്ട് അവർ കേസ് എടുക്കും പോലെയോ. KSRTC ആദ്യം കൊണ്ട് ഇപ്പൊ ഞാനോ ഷാമോ വണ്ടി തടയണമെങ്കിൽ എന്റെ പേരിൽ ഷാമിന്റെ പേരിൽ നിയമമില്ലാത്ത വകുപ്പുകൾ ചേർത്തി അവസാനം വെളിയിൽ ഇറങ്ങാത്ത ഇതിപ്പോ ഇത്രയായിട്ട് KSRTC പോലും ഇത് യാതൊരു വിധത്തിലും കക്ഷികളല്ലാത്ത ATയും സ്റ്റേഷൻ മാസ്റ്ററിനെയൊക്കെ പിടിച്ചോണ്ട് പോകും. ATയെ പറഞ്ഞ് കട്ടപ്പനയ്ക്ക് ആക്കുകയും ചെയ്തു. ഏറ്റവും ഇതിൽ വല്ലതും ചെയ്തതാണോ? അതിന്റെ മെയിനായിട്ട് ടെക്നീഷ്യൻ പരമായിട്ടും എന്തുകൊണ്ട് ഇവര് വിജിലൻസുകാര് വന്നത് ഇവർ പുറത്ത് പറയുന്നില്ല. വിജിലൻസുകാർ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം രാത്രി ബസ്സിൽ ഉണ്ടായിരുന്നു. വിജിലൻസുകാർ എടുത്ത് മാറ്റിയ മെമ്മറി കാർഡ് പോകൂലേ? കണ്ടക്ടർ എടുത്താലും പോവും, വിജിലൻസ് എടുത്താലും പോവും. അതിലൊരു ക്യാമറയില്, സാബല്യത്തിന്റെ ക്യാമറയില് കണ്ടക്ടർ ഇങ്ങനെ എന്തൊരു ക്യാമറയുടെ ഫ്രണ്ട് വന്ന് ആംഗ്യം കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആംഗ്യം കാണിച്ചപ്പോഴത്തേക്ക് ഇവ എന്തിനാണ് അങ്ങനെ ആംഗ്യം കാണിച്ചത്? അതൊക്കെ തിരക്കാനും മെമ്മറി കാർഡ് ഇവര് ആരെങ്കിലും ആയിരിക്കും എടുത്തത്, എനിക്ക് ഉറപ്പാണ്. എന്നിട്ട് ഇവരത് വെളിയിൽ കൊണ്ടുവരാതിരിക്കാനാണ്. എന്തുകൊണ്ട് അന്ന് വന്ന പോലീസുകാര്, CI, SI, പിന്നെ വിജിലൻസ്, ഇവരെല്ലാരും കോൾ റെക്കോർഡ് പരിശോധിക്കണം. ഞാൻ പറയണത് അതാണ്. എന്നാ കറക്റ്റ് ആയിട്ട് മെമ്മറി കാർഡ് എടുത്ത ആരെന്ന് കേട്ടു. എന്റെ ഫോണിൽ സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല. എടുത്ത ആൾക്കാർ ആരാണോ അവരിൽ കറക്റ്റ് ആയിട്ട് ഇത് കിട്ടും. എന്തുകൊണ്ട് പോലീസ് അത് ചെയ്യുന്നില്ല? എന്നാ പ്രതി വെളിയിൽ വരും. ഇപ്പൊ എനിക്ക് വന്ന ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നതാണ് ഓരോ ദിവസം വാർത്തയിൽ എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്തില്ല. ഫോണ് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. പോലീസ് കൊണ്ട് ഉപദ്രവിക്കല്ലേ? പോലീസ് അത് എന്തായാലും ഉപദ്രവം ഉണ്ടാവും. അതല്ലേ അവര് ശ്രമിച്ചോണ്ടിരിക്കുകയില്ലേ. അതിപ്പോ എനിക്കായാലും സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ജനങ്ങൾ എന്തുകൊണ്ടാണ് കൂടെ നിൽക്കണേ. ഇന്ന് ഞാൻ നാളെ അവർക്ക് കിട്ടുമെന്നുള്ള അറിയാം. അതുകൊണ്ട് അവർ കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ ആരും ഇല്ലെന്ന് പേടിക്കുകയൊന്നും വേണ്ട, ഒന്നും ചെയ്യില്ല. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങും. പെണ്ണുങ്ങൾ ഉൾപ്പെടെ വന്ന് പറഞ്ഞ് അവർ വളയും. നിയമസഭാ മന്ദിരം അല്ലെങ്കിൽ കോർപ്പറേഷന് വളയും.
അന്ന് പറഞ്ഞിട്ടുണ്ട്. യദുവിനെ പിടിക്കുകയോ എല്ലാ നിയമ നടപടി എടുക്കുകയോ ചെയ്യുന്നെങ്കിൽ തെറ്റല്ലാത്തവരുടെ നിയമ നടപടി എടുക്കാൻ ഒരു കോടതിയും പറയൂലെന്ന്. കോടതിയാണ് നമുക്ക് ഏക വിശ്വാസമായിരുന്നു. എന്തായാലും രക്ഷപ്പെട്ടു പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ക്യാമറമാൻ സുരജിത്തിനൊപ്പം ആർ ശ്യാംബാബു, ABC മലയാളം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.